അതേപോലെ നമുക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്നത്. ഹെർബൽ ആന്റാസിഡ് നമ്മള് അസിഡിറ്റിക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അസിഡിറ്റിക്ക് നമ്മൾ സാധാരണ നെഞ്ചരിച്ചില്, വയറ്റില് കനം പോലെയുള്ളത്, അതുപോലെ തന്നെ നെഞ്ചുവേദന, മലബന്ധം, വായ്നാറ്റം, ഛർദി, ഓക്കാനം, ദഹനക്കേട്, അതേപോലെ തന്നെ ശരീരഭാരം കുറയുക എന്നീ ലക്ഷണങ്ങളൊക്കെ നമ്മള് അസിഡിറ്റിയിൽ കാണാറുണ്ട്. അതില് അസിഡിറ്റി ഒരു കോമൺ പ്രോബ്ലം ആണ്. അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും ഒക്കെ കാണുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മളിപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത്. 99% ആൾക്കാരിലും അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ വയറ്റിലെ ഡൈജഷന് വേണ്ടി സ്റ്റൊമക് ആസിഡ് ആവശ്യമായിട്ടുണ്ട്. അതിന്റെ അളവ് കൂടിയാല് അത് തിരിച്ച് നമ്മുടെ ഫുഡ് പൈപ്പിലേക്ക് തിരിച്ച് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. ഇത് തുടങ്ങുന്നത് തന്നെ വളരെ പുവർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടാണ്. അതായത് ഫുഡ് കഴിക്കാണ്ടിരിക്കുക, അതുപോലെ തന്നെ അമിതമായിട്ട് കഴിക്കുക, സ്പൈസി ഫുഡുകൾ കഴിക്കുക, ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക, പിന്നെ വളരെയധികം ചായ, കോഫി, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ കൂടുതലായിട്ട് കഴിക്കുക, ആൽക്കഹോളിന്റെ ഉപയോഗം, സ്മോക്കിംഗ്, പിന്നെ സ്ട്രെസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് വയറില് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ പ്രോബ്ലംസ് വരും. ഇത് വേണ്ട രീതിയിൽ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പല രോഗങ്ങളിലേക്കും അത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഫുഡ് പൈപ്പിൽ ഇൻഫ്ലമേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്, മൗത്ത് അൾസേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വായില് പുണ്ണ്, അതുപോലെ നാക്കിനടിയില് പൊട്ടുക, തോല് പോവുക, അങ്ങനെ ഫുഡ് പൈപ്പിൽ അൾസർ വരിക, തൊണ്ടയിൽ എന്തോ ഇരിക്കണ പോലെ ഫീൽ ചെയ്തിട്ട് കുത്തി കുത്തി ചുമ വരിക, ഇതൊക്കെ നമ്മുടെ സിംറ്റംസ് ആണ്. അതിന്റെ മാർക്കറ്റിൽ പലതരത്തിലുള്ള ആന്റാസിഡ് നമുക്ക് നിലവിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്കത് പ്രോപ്പർ ആയിട്ടത് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിക്ക് നിലനിൽക്കുന്നില്ല. അതായത് ഒരു ടെമ്പററി റിലീഫ് മാത്രമാണ് നമ്മളത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടണത്. അതായത് ഗ്യാസിനെതിരെ അത് വർക്ക് ചെയ്യണില്ല. അത് സ്ഥിരം അത് ഈ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതില് സോഡിയം ബൈകാർബണേറ്റിന്റെ അളവ് ശരീരത്തിൽ കൂടും. പക്ഷെ ആയുർവേദത്തിൽ വരുമ്പോൾ നമ്മൾ ഹെർബൽ ആന്റാസിഡ് ചെയ്യണത് അതിന്റെ റൂട്ട് കോസ് എന്താണോ, അതിന്റെ വേര് എവിടെയാണോ നമുക്കതിന്റെ പ്രശ്നം, ആ പ്രശ്നത്തിനെ ട്രീറ്റ് ചെയ്യാണ് ചെയ്യണത്. അത് എക്സസ് ആയിട്ട് വരുന്ന ആസിഡ് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സഹായിക്കാൻ പറ്റും. അതേപോലെ തന്നെ സേഫ് ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇതില് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് പെരിഞ്ജീരകമാണ്. ഇത് പെരിഞ്ജീരകം ചെയ്യണത് എവിടെയാണോ ഇത് ആസിഡിന്റെ പ്രൊഡക്ഷൻ, അവിടെ ചെന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ അവിപതി ചൂർണം, ശർക്കര, പെരിഞ്ജീരകം, ഇതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്സ് വരുന്നത്. അവിപതി ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഡ്രൈ ജിഞ്ചർ. അത് ഫുഡ് ഡൈജഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി നമുക്ക് സഹായിക്കുന്നു. അതുപോലെ ഗ്യാസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളതാണ് നെല്ലിക്ക അതൊരു കൂളിംഗ് എഫക്റ്റ് ആണ് നൽകുന്നത്. പിന്നെ വരുന്നതാണ് നിഷോത്ത് എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റിപ്പേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ വരുന്നത് നാഗർമോത്ത എന്ന് പറയുന്നത് മുത്തങ്ങയാണ്. ഇത് ഹെൽത്തി ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഹരിതകാരി, കടുക്ക, ടാനിക്ക, ഏലക്ക എന്നിവയൊക്കെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിച്ചത് കെട്ടല്, ബ്ലോട്ടിംഗ് ഇഷ്യൂസ്, ബേണിംഗ് സെൻസേഷൻ, എപ്പോഴും ഏമ്പക്കം വരിക, അങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ ഇമീഡിയറ്റ് റിസൾട്ട് ആണ്. നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതില് ലോങ് യൂസേജിൽ അതിന്റെ കാരണം എന്താണോ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറെ കാലമായിട്ട് അസിഡിറ്റി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം പിന്നെ ഒരു ടാബ്ലറ്റ് കൂടി കഴിക്കാം. ഇങ്ങനെ 2 മുതൽ 4 ആഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ നെഞ്ചരിച്ചില്, പുളിച്ചത് കെട്ടലൊക്കെ ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് ഫുഡിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 3 ടാബ്ലറ്റ് ആണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം 3 ടാബ്ലറ്റ് വരെ കഴിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം നമുക്ക് കഴിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. 12 വയസ്സിന് മുകളിലുള്ള ആർക്കും ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് നമ്മുടെ ലിവാഗെയിനും ഹെർബൽ ആന്റാസിഡിനെയും കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മള് ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റും കൂടെയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ മഞ്ഞപ്പിത്തം വരാതെ, നമുക്കിപ്പോ വേനൽക്കാലമാണ്, മഞ്ഞപ്പിത്തം വരാണ്ട് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ബാഗിൽ നമ്മൾ കരുതി വെക്കേണ്ട ഒരു പ്രൊഡക്റ്റും കൂടെയാണ് നമ്മുടെ
ലിവാഗെ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. പറഞ്ഞു കഴിഞ്ഞു കേട്ടോ.